CPM ഈ ഇലക്ഷനുകളൊക്കെ അടുത്ത് വന്നപ്പോൾ ആകെ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു നല്ല പേരൊക്കെ സമ്പാദിക്കാം എന്നുള്ള ഒരു ധാരണയിൽ നമ്മുടെ ഹിന്ദു സഹോദരങ്ങളുടെ നിന്നും അയ്യപ്പ ഭക്തന്മാരുടെ നിന്നും ഒക്കെ ഒരു നല്ല പേര് സമ്പാദിക്കാം എന്നുള്ള ഒരു കരുതലിലാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിലൊരു മാമാങ്കമൊക്കെ നടത്തിയത്. അങ്ങനെ ആളൊന്നും കൂടിയില്ല എന്നുള്ളൊരു സത്യമാണ്. അതിപ്പോൾ ആൾ കൂടി ആണ്. പിന്നെ AI ക്യാമറ കൊണ്ട് ആളുകളെ ഇല്ലാതാക്കി കാണിച്ചു, പടം കാണിച്ചു, ഭയങ്കര വലിയ കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവർക്ക് തന്നെ അറിയാം അത് വലിയ പ്രയോജനപ്പെട്ടൊന്നുമില്ല എന്നറിയാം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം ഇങ്ങനെ പുറത്തേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങിയത്. അത് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ CPM വളരെ പ്രതിരോധത്തിലായി ആ കാര്യത്തിൽ. അപ്പോൾ അതിന് ആരോപണങ്ങളൊക്കെ ദേവസ്വം മന്ത്രിക്കും അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും പിന്നെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സിനും എതിരെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ പറയാൻ തുടങ്ങി. അത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താനായിട്ട് ഇറക്കിയ പണിയാന്ന് പറഞ്ഞു. അതിലൊക്കെ നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നിന്നില്ല. അവസാനം കേരള ഹൈക്കോടതി അതിലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷണം നടത്താൻ പറഞ്ഞു. അവർ അന്വേഷണം അങ്ങോട്ട് നടത്തി തുടങ്ങിയപ്പോഴാണ് ഓരോന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വന്ന് ഇപ്പോൾ ഓരോരുത്തരെ നമുക്ക് ആദ്യം അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ദല്ലാളാണ്. അയാൾ ഏതായാലും കസ്റ്റഡിയിലായി, പിന്നെ അറസ്റ്റിലായി. അതിന് തൊട്ടടുത്ത് മുരാരി ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, അയാളായിരുന്നു ഓൾ ഇൻ ആൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ. അയാൾ ഇതേപോലെ കസ്റ്റഡിയിലായി, അകത്തായി, ഇപ്പോൾ അറസ്റ്റിലായി. പിന്നെ അടുത്തത് സുധീഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ദേവസ്വത്തിൻ്റെ, അയാൾ അറസ്റ്റിലായി. അപ്പോൾ നോക്കിയിരുന്നു, ഇവരൊക്കെ അറസ്റ്റിലാവണമെന്നുണ്ടെങ്കിൽ എൻ വാസു യഥാർത്ഥത്തിൽ അറസ്റ്റിലാവാതിരിക്കാനൊക്കത്തില്ല. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ എൻ വാസു അതൊക്കെ അറസ്റ്റിലായി. എൻ വാസു എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് വളരെ അടിയുറച്ച ഒരു CPM-കാരനാണ്. 2 തവണ അയാൾ കുളക്കട പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ആദ്യം. അതെല്ലാം കഴിഞ്ഞു. പിന്നെ അത് പതുക്കെ തിരുവനന്തപുരത്ത് പ്രാക്ടീസൊക്കെ തുടങ്ങി, അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് തുടങ്ങി. എനിക്ക് തോന്നുന്നത് വാസു ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്ത് പഠിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഏതായാലും പ്രാക്ടീസ് തുടങ്ങി. അവിടെ ഇരുന്നുകൊണ്ട് ഈ വിജിലൻസ് ട്രിബ്യൂണൽ സ്ഥാനം തരപ്പെടുത്തിയെടുത്തു. അത് ഏതായാലും അതിനകത്ത് ഏതായാലും ഇരുന്നു. അതിൻ്റെ ടേമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അതായത് അതിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ നേരെ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം കമ്മീഷണറായിട്ട് മാറി. അതായത് നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ ദേവസ്വം കമ്മീഷണറായിട്ട് മാറി. ദേവസ്വം കമ്മീഷണറായിട്ട് 2 ടേമിലിരുന്നു. 2 ടേമിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് മാർച്ച് അവസാനമോ, ഏതാണ്ട് 2019 മാർച്ച് അവസാനമോ എങ്ങാണ്ട് ആ ടേം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ പത്മകുമാറാണ് അന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്. അപ്പോൾ പത്മകുമാർ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ എൻ വാസു ദേവസ്വം കമ്മീഷണറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അത് കഴിഞ്ഞു. ദേവസ്വം കമ്മീഷൻ സ്ഥാനം കഴിഞ്ഞു. അതും കഴിഞ്ഞ് പത്മകുമാർ എൻ്റെ ടേം അവസാനിച്ചപ്പോൾ നേരെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് എൻ വാസു അവരോധിക്കപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ പോക്കതാണ്. അപ്പോൾ അവിടെ സ്ത്രീ പ്രവേശനത്തിൻ്റെ ആ പ്രശ്നം വന്നപ്പോൾ, ശബരിമലയിൽ വന്നപ്പോൾ, അതിന് പത്മകുമാർ അതിനെതിരായിരുന്നു. പക്ഷേ അത് പത്മകുമാറിനെ മാറ്റി നേരെ വാസു വന്നു കഴിഞ്ഞപ്പോൾ വാസു അതിന് വളരെ ശക്തമായിട്ട് അങ്ങ് നിലകൊണ്ടു. ശ്രീ പിണറായി വിജയനോടൊപ്പം തന്നെ നിലകൊണ്ടു. അങ്ങനെ വളരെ വലിയ ഗുഡ് ബുക്സിലാണ്. അദ്ദേഹമായിട്ടുള്ള ചങ്ങാത്തം എൻ വാസുവിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ വാസുവിനെതിരെ ഒരു കാര്യത്തിലും നടപടിയൊന്നും വരാൻ സാധ്യതയില്ല എന്നെല്ലാവരും വിശ്വസിച്ചു. അതിൻ്റെ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത
അടുപ്പമാണ്. ഇപ്പോൾ എൻ വാസു ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം ജയിലിൽ സസുഖം കഴിയുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്ന ആൾ 2 ടേം, അത് കഴിഞ്ഞ് വിജിലൻസ് ട്രിബ്യൂണലായിരുന്ന ആൾ, അത് കഴിഞ്ഞ് ദേവസ്വം കമ്മീഷണർ ആയിട്ട് 2 ടേം, പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്. ഇത്രയും സ്ഥാനമാനങ്ങളുള്ള ഒരാളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അത് നമ്മുടെ ബഹുമുഖ്യമന്ത്രിയുമായിട്ട് വളരെ ചങ്ങാത്തത്തിലുള്ള ആൾ, വളരെ അടുപ്പമുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ആളാണ്. ഏതായാലും CPM അതിൽ പ്രതിരോധത്തിലാവുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ടല്ലോ. കാരണം ഈ കസേരയെ പിടിച്ച് ഈ വാസുവിനെ ഇരുത്തിയ ആളുകൾ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരത്തില്ലേ? അങ്ങനെ കാര്യമുണ്ട്. അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ്. അപ്പോഴാണ് നമ്മുടെ സഖാവ് MV ഗോവിന്ദൻ പ്രസ്താവനയായിട്ട് ഇറങ്ങിയത്. ആരായാലും ഒരു തരി സ്വർണം പോലും അയ്യപ്പൻ്റെത് കൊണ്ടുപോകാൻ പാടില്ല, പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുപോയവരെ ആരെയായാലും പിടിക്കും. ഏതായാലും ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സമ്മതിക്കുകയല്ല, കൊണ്ടുപോകാൻ സമ്മതിക്കുകയല്ല എന്നൊക്കെയുള്ള പ്രസ്താവനയായിട്ട് ഇറങ്ങി. പത്മകുമാർ എന്ന് പറയുന്ന നേരത്തെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, അദ്ദേഹം യഥാർത്ഥത്തിൽ CPMൻ്റെ MLA ആയിരുന്നല്ലോ. പത്തനംതിട്ട ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഒരു അയ്യപ്പ ഭക്തനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ വാസു എഴുതി കൊടുത്തു, ഇത് ചെമ്പുവാളിയാണ് എന്നെഴുതി കൊടുത്തു. സ്വർണം പൊതിഞ്ഞ ചെമ്പുവാളി എന്നുള്ള അത് എക്സിക്യൂട്ടീവ് ഓഫീസർ കൊടുത്തത് ആ സ്വർണം പൊതിഞ്ഞ അന്നങ്ങ് മാറ്റിയിട്ട് ഇത് പൊതിഞ്ഞ ചെമ്പുവാളി എന്ന് മാത്രമാക്കി അത് വെട്ടിത്തിരുത്തി റെഡിയാക്കിയും കൊടുത്തു. ഇതിന് അപ്രൂവൽ കൊടുത്തത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡാണ്, അതായത് പ്രസിഡൻ്റാണ് പത്മകുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്മകുമാറിലേക്ക് അന്വേഷണം നീളുമല്ലോ. പത്മകുമാർ ആദ്യം തന്നെ ഒരു നിലപാടെടുത്തു, അത് ചെമ്പുവാളിയായിരുന്നു. അയാൾക്കറിയാൻ വയ്യ കേട്ടോ, ഇത് സ്വർണം പൊതിഞ്ഞിരുന്നതെന്ന് അയാൾക്കറിയത്തില്ല. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ സ്റ്റാൻഡ് പിന്നെ മാറ്റാൻ തുടങ്ങി. ആദ്യം ചെമ്പുവാളി തന്നെയാണ് എന്നുള്ള രീതിയാണ്, ചെമ്പുവാളി കൊണ്ടിരുന്ന് സ്വർണം പൂശിച്ചതാണ് എന്നാക്കി പിന്നീട്. അപ്പോൾ ഏതായാലും ശരി, അന്ന് എനിക്കെൻ്റെ സംശയം, ഞാൻ ആദ്യമൊക്കെ മുതലേ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ ശ്രീകോവിലിൻ്റെ അതിൻ്റെ മേൽക്കൂരയിലാണ് കൂടുതൽ പകുതി സ്വർണ്ണമുള്ളത്. വിജയമല്യ കൊടുത്ത തങ്കം പകുതിയുള്ളത് 24 ക്യാരറ്റാണ്. ആ തങ്ക തകിടുകൾ അതിലാണ് പകുതിയുള്ളത്. അതായത് 30.3 കിലോഗ്രാം സ്വർണമാണ് വിജയമല്യ കൊടുത്തത് ഇതിനു വേണ്ടി. അപ്പോൾ അതിൻ്റെ പകുതി ഉപയോഗിച്ചത് അതിൻ്റെ റൂഫിന് വേണ്ടിയാണ്, മേൽക്കൂരയ്ക്ക്. ബാക്കിയാണ് ദ്വാരപാലകർക്കും അതുപോലെ തന്നെ കട്ടളപ്പടിയിലും അതിൻ്റെ വാതിൽപ്പാടിയിലും ഒക്കെ പൊതിയാനായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ആ താഴെ ഉപയോഗിച്ചിരുന്ന സാധനം എല്ലാം മാറ്റി കംപ്ലീറ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് അതെല്ലാം സ്വർണം പൂശി. അതായത് ക്ലാഡിങ് നടത്തുന്ന സ്വർണത്തിൻ്റെ അതിൻ്റെ ഒരു 10 പോലും വേണ്ട ഇത് ഇലക്ട്രോ പ്ലേറ്റിങ് വഴി പൂശിയെടുക്കാനായിട്ട് വേണ്ട. അത് കൂടുതലാൾ നിൽക്കത്തുമില്ല. കുറച്ച് നാൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കളറുമൊക്കെ മങ്ങി പിന്നെ ചെമ്പ് തെളിഞ്ഞ് വരും അതിനകത്ത്. ഇത് ഞാൻ വിശ്വസിക്കുന്ന ഇപ്പോഴും അത് ഭംഗിയായിട്ട് പരിശോധിച്ചാലേ പറ്റുള്ളൂ. ഇതിൻ്റെ മേൽക്കൂരയിലെ സ്വർണം പോലും ഇവർ കൊണ്ടുപോകാതിരിക്കത്തില്ല. കാരണം അത് ഇവർക്ക് എടുക്കാതിരിക്കാൻ പറ്റിയല്ല. അത് ഏതായാലും അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ശരിയായ രീതിയിൽ സയൻറ്റിഫിക് എക്സാമിനേഷൻ അതിന് നടത്തണം. ഇനി അത് പോട്ടെ. അപ്പോൾ വാസു ഇങ്ങനെ എഴുതി കൊടുത്തു, അതുപോലെ തൊണ്ട കൊടുക്കാതെ വിഴുങ്ങി റെഡിയാക്കിയെടുത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇത് ഏൽപ്പിക്കാനുള്ള മാർഗവും വാസു പറഞ്ഞതുപോലെ ഏൽപ്പിക്കാനും പത്മകുമാർ കൂട്ടുന്നു. ഇനി അന്വേഷണം പോകേണ്ട ആരുടെ പേർക്കാണ്? ഇനി ന്യായമായിട്ടും പത്മകുമാറിൻ്റെ പേർക്ക് പോവും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 2 പ്രാവശ്യം ആദ്യം ഒരു നോട്ടീസ് കൊടുത്തു പത്മകുമാറിന്. അന്ന് ഏതാണ്ട് സുഖമില്ലെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞു പോയി. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ചോദ്യം ചെയ്യാൻ ഇന്നലെ വിളിപ്പിച്ചു. അതിന് നോട്ടീസ് കൊടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ബന്ധുക്കൾ ആരാണ്ട് മരിച്ചുപോയി, അത് കാരണം കുറച്ച് സമയം മാറ്റി കൊടുക്കണം എന്നങ്ങാണ്ട് പറഞ്ഞ് ചോദിച്ചേക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ ചോദിച്ചുകൊണ്ടിരിക്കും. അയാൾ പോകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ കരുതുന്നത് വാസുവിൻ്റെ സ്ഥിതി വരുമെന്നുള്ളതാണ്. വാസുവിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടാണ് ചോദ്യം ചെയ്ത് കഴിഞ്ഞ് അറസ്റ്റിലാക്കിയത് എന്ന് പറഞ്ഞതുപോലെ
ഇതിനകത്ത് ഈ പത്മകുമാറിനെ ഊരി വിടാൻ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു മാർഗവും കാണുന്നില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി, സുധീഷ്, അതേപോലെ തന്നെ വാസു ഇത്രയും പേര് വന്നു കഴിഞ്ഞാൽ വാസുവിനെ ഇപ്പോൾ കസ്റ്റഡി വാങ്ങി ക്വസ്റ്റ്യൻ ചെയ്യും ന്യായമായിട്ടും. ബാക്കി ഇത് ഞാനൊന്നുമല്ല ചെയ്തത്, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് എന്നുള്ളതിലേക്ക് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ചോദ്യം ചെയ്യലിൽ അത് മാത്രമല്ല, ഇതുവരെ ചോദ്യം ചെയ്തേക്കുന്നവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം വരുന്നുടനെ അത് യഥാർത്ഥത്തിൽ ശ്രീ പത്മകുമാറിലേക്ക് വിരൽ ചൂണ്ടപ്പെടും. അങ്ങനെയൊക്കെ വരുമ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല SITക്ക്. അല്ലെങ്കിൽ പത്മകുമാർ CPM-കാരനായതുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പേരുദോഷം കൂടെ വരും. അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിക്കാനിടയാക്കിയ ആരുണ്ടെങ്കിലും അവരെല്ലാം ശരിയാക്കി കളയും, അവരുടെ എല്ലാം മൂക്ക് പറിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് വലിയ വേദവാക്യങ്ങൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പത്മകുമാറിനെ ഇനി വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പത്മകുമാറിനെ പോയി അങ്ങ് അറസ്റ്റ് ചെയ്യും ഡയറക്റ്റായിട്ട്. മിക്കവാറും അതിന് വേണ്ടിയുള്ള ഇടം പത്മകുമാർ ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM അത് വീണ്ടും പ്രതിരോധത്തിലേക്കാകും. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ഇതിന് പറയാൻ പറ്റുന്നത്? ഇതിന് പാർട്ടിക്ക് എന്ത് പറയാൻ പറ്റും? പാർട്ടിക്ക് ഒറ്റ കാര്യം പറയാൻ നോക്കുള്ളൂ. ഇനി കുറ്റം ചെയ്ത ആരായാലും ഞങ്ങൾ കണ്ണടച്ച് നടപടിയെടുക്കും, ഞങ്ങളുടെ പാർട്ടിക്കാരനാണെന്നോ ഇല്ലയൊന്നൊന്നും നോക്കത്തില്ല എന്നേ ഇനി പറയാൻ പറ്റൂ. വേറെ മാർഗമില്ല. അതുകൊണ്ട് ഈ ശ്രീ MV ഗോവിന്ദൻ നടത്തിയ ഈ പ്രഖ്യാപനമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ്, ഒന്നും ഉള്ളതല്ല. അത് കാര്യമായിട്ട് പറയുന്നതല്ല, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് എന്ന് നമ്മൾ കരുതിയാൽ മതി.